വിവാദങ്ങൾക്കിടെ വഖഫ് നിയമ ഭേദഗതി ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ബില്ല് അവതരിപ്പിക്കുക. 8 മണിക്കൂർ ചർച്ച നടക്കും. വഖഫ് ഭേദഗതി ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. മുനമ്പം ഭൂമി തർക്കം കേരളത്തിലെ മാത്രം വിഷയമായി കണ്ട് പ്രശ്നം പരിഹരിക്കാനാണ് UDF എംപിമാരുടെ തീരുമാനം. ബില്ല് പാസാക്കാനുള്ള അംഗസംഖ്യ ഉള്ളതിനാൽ സർക്കാരിന് ആശങ്കയില്ല. അതിനിടെ ഭരണപക്ഷ നിർദ്ദേശങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയ നിയമ ഭേദഗതി ബില്ലാണ് പാർലമെന്റിലേക്ക് എത്തുന്നത്. പുതിയ രൂപത്തിൽ വരുന്ന ബില്ലിൽ 8 മണിക്കൂർ ചർച്ചയുണ്ടാകും. തുടർന്ന് പാസാക്കും. കാര്യോപദേശക സമിതി യോഗം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. ബില്ല് അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ BJP എല്ലാ എംപിമാർക്കും വിപ്പ് നൽകിയിട്ടുണ്ട്. ബില്ലിന്മേൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ പിന്തുണച്ച് വോട്ട് ചെയ്യാൻ BJPക്ക് ശേഷം NDAയിലെ വലിയ കക്ഷികളായ TDPയും JDUവും തങ്ങളുടെ എംപിമാർക്ക് നിർദ്ദേശം നൽകി. വഖഫ് ഭേദഗതി ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചു. ഭരണപക്ഷം എന്ത് പ്രകോപനമുണ്ടാക്കിയാലും സഭയ്ക്കുള്ളിൽ തുടരാനും ചർച്ചയിൽ നിന്ന് മാറി നിൽക്കുകയോ ഇറങ്ങിപ്പോകുകയോ ചെയ്യില്ല എന്നും പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ തീരുമാനമായി. ശക്തമായി എതിർവാദമുയർത്തുമെന്നും വോട്ടെടുപ്പ് ആവശ്യപ്പെടുമെന്നും പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞു. എല്ലാ എംപിമാരോടും അടുത്ത 3 ദിവസം സഭയിൽ ഹാജരായിരിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. രാവിലെ രാഹുൽ ഗാന്ധി കോൺഗ്രസ് എംപിമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട നിലപാടുകൾ തീരുമാനിക്കാനാണ് യോഗം. CPM എംപിമാരും ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യും. CPMന്റെ സഭാകക്ഷി നേതാവായ K രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള എംപിമാർ അടുത്ത 3 ദിവസം സഭയിലുണ്ടാകും. ബില്ലിലെ ചർച്ചയ്ക്ക് ശേഷം എംപിമാർ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്താൽ മതിയെന്നാണ് CPM നിലപാട്. എന്തായാലും പാസാക്കാനുള്ള അംഗസംഖ്യയുള്ളതിനാൽ സർക്കാരിന് ആശങ്കയില്ല. ബില്ലിൽ KCBCയും CBCAയും ഒക്കെ പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സർക്കാരിന് ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട്. രാജ്യസഭയിൽ ബില്ല് വ്യാഴാഴ്ച അവതരിപ്പിക്കും. ന്യൂസ് ഡെസ്ക് അമൃത TV.